ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആർജവമുള്ള ക്രിസ്ത്യാനികൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ സ്നേഹസംവാദക്കാർ മാളത്തിൽ ഒളിച്ചു. അതുവരെ ഞമ്മന്റെ മതം മാത്രമാണ് ശരി, അതെ ഞമ്മന്റെ പടച്ചവൻ മാത്രമാണ് ഏറ്റവും വലിയവൻ, ഞമ്മന്റെ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ആളുകൾ മാത്രം മതി ഈ ഭൂമിയിൽ. അത് പറഞ്ഞു നിർത്തിയോ? ഇല്ല. മറ്റുള്ളവരുടെ സകലമാന വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും എടുത്തിട്ടങ്ങോട്ട് അലക്കാൻ തുടങ്ങി. സ്നേഹസംവാദം എന്ന പേരിൽ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു സംവാദ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച അക്ബർ സാഹിബും സംഘവും മാളത്തിൽ ഒളിച്ചപ്പോൾ രംഗപ്രവേശം ചെയ്യുന്നു ക്രിസ്ത്യാനി പുരോഹിതന്മാരും ഖുർആനും ഹദീസും ഒക്കെ. അതെ, യഥാർത്ഥ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ ഇവർ പൂഴ്ത്തിവെച്ചു. എന്നിട്ട് കുറച്ചുകൂടി മേക്കപ്പ് ഇട്ട് പെയിന്റ് അടിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ഈ പുരോഹിതന്മാർക്ക് ഇതുകൊണ്ട് ജീവിക്കണമായിരുന്നു. അങ്ങനെ യഥാർത്ഥ ആശയങ്ങളെ പുറം ലോകത്തെത്തിക്കാതെ ബ്രാക്കറ്റുകൾ ഇട്ടു, വെളുപ്പിച്ചും ന്യായീകരിച്ചു. അങ്ങനെ ന്യായീകരണ ഫാക്ടറികൾ, ന്യായീകരണ തൊഴിലാളികളൊക്കെ രംഗപ്രവേശം ചെയ്തു. അതിനെ എടുത്തിട്ട് അലക്കി വലിച്ച് കീറി എന്താണ് ശരിയായ ഖുർആനും ഹദീസുമെന്നും എന്താണ് ശരിയായ ഇസ്ലാമെന്നും മുസ്ലിങ്ങൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും തുറന്നു പറയാൻ ക്രിസ്ത്യൻ പുരോഹിതർ ഉണർന്നു. ആദ്യമേ പറഞ്ഞു, ഞങ്ങളെ ഉണർത്തരുത്, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങളുമായി ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസങ്ങൾ, ഞങ്ങളുടെ ആചാരങ്ങൾ അതുമൊക്കെയായി ഞങ്ങൾ ഒതുങ്ങി അങ്ങ് ജീവിച്ചോളാം. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന ഞങ്ങളുടെ സമാധാനത്തിന്റെ ആശയവും പേറി പരസ്പരം സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സഹായിക്കാനും സഹകരിക്കാനും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ജീവിതത്തിൽ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ ഉണർത്തരുത്, നിങ്ങൾക്ക് പിന്നീട് ഉറങ്ങേണ്ടി വരില്ല. അത് അന്വർത്ഥമായി. ക്രിസ്ത്യാനികൾ ഉണർന്നു. ശരിക്കു പറഞ്ഞാൽ കുറച്ച് നേരത്തെ വേണ്ടതായിരുന്നു ഇത് എന്ന് തോന്നത്തക്ക രൂപത്തിൽ. അതായത് എങ്ങനെയാണ് ഹോട്ടലുകൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എന്ന് കൃത്യമായി ആന്റണി തറക്കടവിൽ അച്ഛൻ പറഞ്ഞു. അതിന് ഇത്ര രൂപ കെട്ടണം, ഇത്ര മുസ്ലിം പാചകക്കാരെ വെക്കണം, ഒരു ഹോട്ടലിന് ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഇത്ര മുസ്ലിം സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ മേഖല മുഴുവനും ആർക്ക് സ്വന്തമായി? ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ട അതോറിറ്റി ആരാണ്? ഒക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് ഞമ്മന്റെ ആളുകൾ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിയെങ്കിൽ അത്ഭുതമില്ല. മാത്രമല്ല എന്റെ കടയിൽ ഒരു 10 തൊഴിൽ ഗവൺമെന്റിലേക്കൊന്നുമല്ല, അവരുടെ കാറ്റഗറീസ് ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത്. അപ്പൊ ഈ ഫീസ് അടയ്ക്കുക മാത്രമല്ല, ഞാൻ ഹലാൽ ഒരു ബോർഡ് വരും. എന്താണ് ഞാൻ പറയാം? കണ്ടോ, ഒരു ഹലാൽ ഹോട്ടൽ വേണമെങ്കിൽ ആ ഹലാൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഫീസ് അടയ്ക്കേണ്ടത് സർക്കാരിനല്ല, ആ ഹലാലിന്റെ മതകാര്യ ഏജൻസിക്കാണ് ആ പണം കിട്ടുന്നത്. ആ ഏജൻസിയാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഹലാൽ ഹോട്ടലുകൾ വേണോ, എത്ര തൊഴിലാളികൾ വേണം ഈ ഹോട്ടലിന് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ. ഇപ്പൊ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ, ഹലാൽ ഹോട്ടൽ, അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ ഒരു ബോർഡ് വെക്കണം. ബോർഡ് വെക്കണമെങ്കിൽ ഞാൻ അതിന് ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കുന്ന ഗവൺമെന്റിലേക്കൊന്നുമല്ല, അവരുടെ കാറ്റഗറീസ് ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത്. അപ്പൊ ഈ ഫീസ് അടയ്ക്കുക മാത്രമല്ല, എന്റെ കടയിൽ ഒരു 10 തൊഴിലാളികളുണ്ടെങ്കിൽ 5 പേരെയോ 4 പേരെയോ 6 പേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ വെച്ചാലേ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഉദ്ദേശം എന്താണ്? ആത്യന്തികമായി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? ഭാവിയിൽ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത ഇത് കൈ നകന്നു പോകും. ഇതിരിക്കുന്ന കൊമ്പറക്കലാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് മതസൗഹാർദ്ദത്തിന് വിരുദ്ധമല്ലേ എന്ന് ചിന്തിക്കുന്ന ചില പാവപ്പെട്ട ആത്മാക്കൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ തകർന്നു പോകുന്നതാണ് മതസൗഹാർദ്ദമെങ്കിൽ അച്ചോ പോകട്ടെ എന്ന് വിചാരിക്കണം. ഈ യാഥാർത്ഥ്യം പറഞ്ഞ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിലാണ്.
ഒരു മതവും തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ് ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടത്. വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ക്രിസ്തുമസ് എന്തിനാണ് ഒരു മുസ്ലിം നേതാവ് ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് എന്താണ്, ക്രിസ്തു പിഴച്ചു പറ്റവനാണെന്ന് പ്രസംഗിച്ചത്, എന്നിട്ട് യൂട്യൂബിൽ കൂടെ അപ്ലോഡ് ചെയ്തത്? അത് മതസൗഹാർദ്ദമാണോ? ക്രിസ്തു പിഴച്ചു പറ്റ ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിന് ഇന്നിപ്പോ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ വിഷയം വലിയ രൂപത്തിൽ വിവാദമാകുകയും മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ ഖേദം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ പ്രതിസ്ഥാനത്താരാണ്? സംഘികൾ. ഇതിനു മുമ്പ് പ്രതിസ്ഥാനങ്ങളിൽ ആരായിരുന്നു? കാക്കാമാർ. ആ സമയത്ത് ഇവരാരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. എന്തേ? കാരണം അത് ഞമ്മന്റെ ആളുകളായതുകൊണ്ട്, അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ളതുകൊണ്ട് അവര് പ്രതികരിച്ചില്ല. അപ്പോൾ മതസൗഹാർദ്ദം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ വ്രണപ്പെടത്തുള്ളൂ അല്ലേ? മുമ്പ് ഏറ്റവും മോശമായ നരകത്തിലേക്ക് പോകാൻ യോഗ്യമായ, നരകത്തിലേക്ക് മാത്രം പോകാൻ കാരണമായ പാപമായ മറ്റൊരാൾ വിശദീകരിച്ചത് ആണുങ്ങളുടെ തുട കാണുന്നു എന്നുള്ളതാണ്. സ്പോർട്സിന് പോയാൽ കണ്ടോ? അപ്പോ യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ലല്ലോ. ഇല്ലേ ഇല്ല. ഫുട്ബോൾ കളിക്കുമ്പോൾ കന്തൂറയിട്ട് കളിക്കണം എന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് മെസ്സിയും റൊണാൾഡോയും ഒക്കെ പർദ്ദയിട്ട് ഫുട്ബോൾ കളിക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കാരണം എന്താ? റൊണാൾഡോയുടെയും മെസ്സിയുടെയും എംബാപ്പയുടെയും നെയ്മറിന്റെയും ഒക്കെ തുട കണ്ടിട്ട് ഈ സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് ഇവരുടെ പുരുഷന്മാരുടെ തൊടയൊക്കെ കാണുമ്പോഴത്തെ കിണറ്റിലിടാൻ തോന്നുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അവർ പർദ്ദയും മക്കനെയും ഇട്ട് കളിക്കട്ടെ. സ്പോർട്സിന് പോകണമെങ്കിൽ ആണുങ്ങളുടെ തുട കാണും, നിക്കറിട്ടിട്ട് ബാക്കി കാണുമല്ലോ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള രൂപങ്ങളല്ലേ പള്ളികളിൽ ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ്. അത് മതസൗഹാർദ്ദമാണ്. അവരുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കഴിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അവർക്ക് ഹറാമാണ്. ഇത് മതസൗഹാർദ്ദമാണല്ലേ? അതായത് ഒരു കൂട്ടരെ അടിമയായിട്ട് ജീവിക്കുന്നതിനാണോ മതസൗഹാർദ്ദം? നിങ്ങൾ ഉണ്ടാക്കുന്നവർ ഹറാമാണ്, അവർ കഴിക്കുന്നില്ല. ഹോട്ടലോട് നടത്തുന്നതിനാണ്, നമുക്ക് വേണ്ടിയാണ്. നമ്മൾ നടന്ന അവർക്ക് വേണ്ട. അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രാങ്കോ പിതാവിന്റെ വിധി ഉണ്ടായപ്പോ ക്രിസ്ത്യാനികളെല്ലാം അനങ്ങാതിരിക്കുകയാണ്. റോഡിലിറങ്ങി സമരം ചെയ്യുന്നതാരാണ്? അവർക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഇതിനാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. നമുക്ക് അല്പം കൂടെ ബോധം ഉണ്ടാവണം. നമ്മുടെ പിള്ളേരെല്ലാം വഴിതെറ്റി പോയി കഴിഞ്ഞിട്ട് നമ്മളവരെ പഠിപ്പിച്ചുമില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഇതെല്ലാം ഇരിപ്പുണ്ടെന്നേ, നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്. ഇത് കർത്താവിന് നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ വീട് നശിച്ചു. കാരണം ദൈവത്തെ നിഷേധിച്ചു. അത് സൂക്ഷിക്കണം. അപ്പൊ ചിലർ ചോദിക്കും, ഇത് സാധ്യമാണോ? ഒരു വഴി യാത്ര പോകുമ്പോൾ, ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നയാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആഴ്ചക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് പോകുന്നുണ്ട് ഞാൻ. പോകുമ്പോൾ കടയിൽ നോക്കിക്കയറണം. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നോക്കിക്കയറുക എന്നുള്ളത്. കടയിൽ കയറി സാധനം മേടിക്കുമ്പോൾ അതിലെ മാർക്ക് നോക്കി മേടിക്കണം. ഭക്ഷണത്തിലും മതം നോക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് നിങ്ങളാണ് മുസ്ലിം സുഹൃത്തുക്കളെ. എല്ലായിടത്തും നിങ്ങൾ ഹലാല് കൊണ്ടുവന്ന് നിറച്ചപ്പോൾ ഇവർ സ്വന്തം സമുദായത്തെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പട്ടിണിയിരുന്നാലും ശരി ഹലാൽ ഭക്ഷണം കഴിക്കാനും ഹലാൽ ഹോട്ടലുകളിൽ കയറാനും സന്നദ്ധരാകരുത് എന്ന് പറയത്തക്ക രൂപത്തിൽ ക്രിസ്ത്യാനിയെ ഉണർത്തുകയും അവരുടെ ക്ഷമയെ പരീക്ഷിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ തിരിച്ചടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. നന്ദി.